അപകടങ്ങളെക്കുറിച്ചൊരു പഠനം നടത്തി. 75,000-ഓ? അതെ. ആ പഠനം പറയുന്നത് 88% അപകടങ്ങളും സംഭവിക്കുന്നത് സഹപ്രവർത്തകരുടെ സുരക്ഷിതമല്ലാത്ത പ്രവർത്തികൾ കൊണ്ടാണെന്നാണ്. 88%? വെറും 10% മാത്രമാണ് സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്നത്. ബാക്കി 2% അത് ഒഴിവാക്കാനാവാത്ത ചില കാരണങ്ങൾ കൊണ്ടും. ഒരു നിമിഷം 88%എന്നോ? അത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കണക്കാണ്. അതെ. അതിനർത്ഥം ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷാ ഉപകരണങ്ങളുള്ള ഒരു ഫാക്ടറിയിൽ പോലും ഒരു നിമിഷത്തെ അശ്രദ്ധ മതി എല്ലാം തകിടം നിറയാനെന്നല്ലേ? അത് തന്നെ. അപ്പോ യഥാർത്ഥ പ്രശ്നം യന്ത്രങ്ങളോ സാഹചര്യങ്ങളോ അല്ല, നമ്മുടെയൊക്കെ പെരുമാറ്റമാണ്. ശരിയായ നിരീക്ഷണമാണ്. എന്തൊക്കെയാണ് ഈ സുരക്ഷിതമല്ലാത്ത പ്രവൃത്തികൾ എന്ന ഗണത്തിൽ വരുന്നത്? അപ്പോ സുരക്ഷിതമല്ലാത്ത പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ സുരക്ഷാ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് ലംഘിക്കുന്നതാണ് അതിൽ പ്രധാനം. ഉദാഹരണത്തിന്, ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കേണ്ട വേഗതയേക്കാൾ കൂടുതൽ സ്പീഡിൽ ഓടിക്കുക, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മെഷീനിൽ അറ്റകുറ്റപ്പണി ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ സ്ഥിരം കേൾക്കുന്നതാണ്. പിന്നെ സുരക്ഷാ ഗ്ലാസ് പോലെയുള്ള PPE, അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ഉപയോഗിക്കാതിരിക്കുക. ചിലപ്പോൾ തമാശയ്ക്ക് സഹപ്രവർത്തകരെ പേടിപ്പിക്കുന്നത് പോലും. അതും ഇതിൽ വരും അല്ലേ? തീർച്ചയായും അതും വലിയ അപകടങ്ങൾക്ക് കാരണമാകാം. അതായത് ഇതൊക്കെ ഒരു വ്യക്തി വിചാരിച്ചാൽ ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ. അതെ. വ്യക്തിപരമായ ശ്രദ്ധയും അച്ചടക്കവുമാണ് ഇവിടെ പ്രധാനം. ജോലി തുടങ്ങുന്നതിന് മുൻപ് അതിലെ അപകടസാധ്യതകളെക്കുറിച്ച് ഒരു നിമിഷം ആലോചിക്കുക, നിയമങ്ങൾ പാലിക്കുക, ധൃതി കാണിക്കാതിരിക്കുക. ശരി. ഇതൊക്കെയാണ് പ്രതിവിധി. എന്നാൽ മറുഭാഗത്ത് ആ 10% സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങൾ. ശരിയാണ്. മെഷീനുകൾക്ക് ആവശ്യമായ ഗാർഡുകളില്ലാത്തത്, കേടായ ഉപകരണങ്ങൾ, അതെ, പിന്നെ ജോലി ചെയ്യാൻ ആവശ്യത്തിന് സ്ഥലമില്ലാത്ത അവസ്ഥ, വെളിച്ചക്കുറവ്, വൃത്തിയില്ലാത്ത നിലം, ഇതൊക്കെയാവും അതിൽ വരുന്നത്. കൃത്യമായി. ഇവിടെ പ്രശ്നം വ്യക്തിയുടേതല്ല, സിസ്റ്റത്തിൻ്റെതാണ്. ഭൗതികമായ സാഹചര്യങ്ങളാണ് അപകടമുണ്ടാക്കുന്നത്. പക്ഷെ ഇത് പരിഹരിക്കാൻ എളുപ്പമല്ലേ? എളുപ്പമാണ്. പക്ഷേ ആരെങ്കിലും മുൻകൈയെടുക്കണം. ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക, ജോലിസ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക, അപകടകരമായ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ സൂപ്പർവൈസറെ അറിയിക്കുക. ഇതൊക്കെയാണ് പ്രധാനം. ഓക്കെ. അപ്പോ 88% അപകടങ്ങളും മനുഷ്യന്റെ പിഴവുകൾ കൊണ്ടാണെങ്കിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത്? നല്ല ചോദ്യമാണ്. ആരും മനഃപൂർവ്വം ഒരു അപകടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇതിന്റെ പിന്നിലെ ഒരു സൈക്കോളജി, അത് വിശദീകരിക്കാനായിരിക്കും നിങ്ങളുടെ മെറ്റീരിയലില് ഈ സിദ്ധാന്തങ്ങൾ നൽകിയിരിക്കുന്നത്, അല്ലേ? അതെ, അതെ. അപകട കാരണങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിലേക്ക് കടക്കാൻ ഏറ്റവും നല്ല വഴിയാണത്. നിങ്ങൾ തന്ന മെറ്റീരിയലിൽ ആദ്യം പറയുന്ന ഹെയ്ൻറിച്ചിന്റെ ഡോമിനോ തിയറി തന്നെ എടുക്കാം. ഡോമിനോ തിയറി? അപകടത്തിലേക്ക് നയിക്കുന്ന 5 ഘടകങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി വെച്ച 5 ഡോമിനോകളായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ആദ്യത്തേത് വീണാൽ അവസാനത്തേത് വരെ വീഴും. അതുതന്നെ. ആ 5 ഡോമിനോകൾ ഏതൊക്കെയാണ്? 1. പാരമ്പര്യവും സാമൂഹിക ചുറ്റുപാടും. ഇതൊരു വ്യക്തിയിൽ അശ്രദ്ധ, ദേഷ്യം പോലുള്ള സ്വഭാവങ്ങളുണ്ടാക്കാം. ഓക്കെ. 2. വ്യക്തിയുടെ പിഴവ്. ഈ സ്വഭാവങ്ങൾ കാരണം അയാൾ തെറ്റായ രീതിയിൽ പെരുമാറുന്നു. ശരി. 3. ഏറ്റവും പ്രധാനം: സുരക്ഷിതമല്ലാത്ത പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു ഭൗതികമായ അപകട സാധ്യത. 4. അപകടം. 5. പരിക്ക്. ഈ ഡോമിനോ തിയറി കേൾക്കാൻ ലളിതമാണെങ്കിലും അതിലൊരു പ്രശ്നമില്ലേ? എന്താണത്? ഇതൊരു പരിധിവരെ തൊഴിലാളിയുടെ പിഴവിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നടുവിലെ ഡോമിനോ, അതായത് സുരക്ഷിതമല്ലാത്ത പ്രവൃത്തി എടുത്തുമാറ്റിയാൽ മതി എന്ന് പറയുമ്പോൾ ആ ഡൊമിനോ അവിടെ വെക്കാൻ കാരണമായ മാനേജ്മെന്റിന്റെ പിഴവുകളെ നമ്മൾ കാണാതെ പോകുന്നില്ലേ? വളരെ നല്ല പോയിന്റാണ്. ഹെയ്ൻറിച്ചിന്റെ സിദ്ധാന്തത്തിന്റെ പ്രധാന വിമർശനവും അതുതന്നെയാണ്. അവിടെയാണ് പുതിയ സിദ്ധാന്തങ്ങൾ പ്രസക്തമാകുന്നത്. ഉദാഹരണത്തിന് ഹ്യൂമൻ ഫാക്ടേഴ്സ് തിയറി. ഹ്യൂമൻ ഫാക്ടേഴ്സ് തിയറി അത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ആ നടുവിലെ ഡോമിനോ തട്ടിയിടുന്നത് എന്നാണ്. അതിന് 3 കാരണങ്ങൾ പറയുന്നു: ഓവർലോഡ്, അനുചിതമായ പ്രതികരണം, പിന്നെ അനുചിതമായ പ്രവർത്തനം. ഓവർലോഡ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയുടെ കഴിവിനപ്പുറമുള്ള ജോലിഭാരം ശാരീരികമായും മാനസികമായും തളരുമ്പോൾ തെറ്റുകൾ പറ്റാൻ സാധ്യത കൂടും. അതെ. അനുചിതമായ പ്രതികരണം എന്ന് വെച്ചാല് ഒരു അപകട സാഹചര്യം കണ്ടിട്ടും ശരിയായി പ്രതികരിക്കാതിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു മെഷീനിലെ സേഫ്റ്റി ഗാർഡ് ഒരു ബുദ്ധിമുട്ടാണെന്ന് കരുതി എടുത്തുമാറ്റുന്നത്. ഓക്കെ, മനസ്സിലായി. അനുചിതമായ പ്രവർത്തനം എന്ന് പറഞ്ഞാല് വേണ്ടത്ര പരിശീലനമില്ലാത്തൊരു ജോലി ചെയ്യാൻ ശ്രമിക്കുന്നത്. ശരി. അതെ. അതെ. ഇതിന്റെയൊക്കെ ഒരു പടി കൂടി കടന്നുള്ള ചിന്തയാണ്
പീറ്റേഴ്സന്റെ ആക്സിഡന്റ് ഇൻസിഡന്റ് തിയറി. അതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അത് എർഗോണോമിക് ട്രാപ്പുകൾ, അതായത് മനുഷ്യന്റെ ശരീരത്തിനും ചിന്താരീതിക്കും ചേരാത്ത രീതിയിൽ ഡിസൈൻ ചെയ്ത ജോലിസ്ഥലങ്ങൾ, ആ പിന്നെ സിസ്റ്റം പരാജയങ്ങൾ എന്നിവയെ കൂടി ഇതിന്റെ ഭാഗമാക്കുന്നു. ഇവിടെയാണ് മാനേജ്മെന്റിന്റെ പങ്ക് വളരെ വ്യക്തമായി വരുന്നത്. അപ്പോ വ്യക്തിയുടെ പിഴവിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ നമ്മൾ സിസ്റ്റത്തിന്റെ പിഴവുകളിലേക്കെത്തി. അതെ. നിങ്ങൾ പങ്കുവെച്ച മറ്റു സിദ്ധാന്തങ്ങളായ എപ്പിഡമോളജിക്കൽ തിയറിയും സിസ്റ്റംസ് തിയറിയുമൊക്കെ ഈ ആശയത്തെ കൂടുതൽ വികസിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. തീർച്ചയായും. സിസ്റ്റംസ് തിയറി ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അതെങ്ങനെയാണ്? ഒരു കാർ ഓടിക്കുന്നത് പോലെ സങ്കൽപ്പിക്കുക. ഡ്രൈവർ, അതായത് മനുഷ്യൻ; കാർ, അതായത് യന്ത്രം; പിന്നെ മോശം കാലാവസ്ഥയും റോഡും, അതാണ് പരിസ്ഥിതി. ഓക്കെ, 3 ഘടകങ്ങൾ. അതെ. ഇവ മൂന്നും ഒരു സിസ്റ്റമാണ്. അപകടമുണ്ടാകുമ്പോൾ ഡ്രൈവറെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാറിന്റെ ടയർ മോശമാണെങ്കിലോ റോഡിൽ എണ്ണ വീണിട്ടുണ്ടെങ്കിലോ. ശരിയാണ്, എല്ലാ ഘടകങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ കോമ്പിനേഷൻ തിയറി പറയുന്നു, മിക്ക അപകടങ്ങളും ഏതെങ്കിലും ഒരു സിദ്ധാന്തം കൊണ്ട് മാത്രം വിശദീകരിക്കാനാവില്ല, പല കാരണങ്ങളുടെ ഒരു സംയോജനമായിരിക്കും എന്ന്. ഇത് വ്യക്തമാണ്. അപ്പോ അപകടങ്ങൾ ഇത്ര സങ്കീർണവും വ്യവസ്ഥാപിതവുമാണെങ്കിൽ അതിന് തടയാൻ ഒരു സ്ഥാപനം എങ്ങനെയാണ് സ്വയം ഓർഗനൈസ് ചെയ്യുന്നത്? നല്ല ചോദ്യം. അതാണ് നിങ്ങളുടെ മെറ്റീരിയലിലെ അവസാന ഭാഗം, സുരക്ഷാ സംഘടന, അതായത് സേഫ്റ്റി ഓർഗനൈസേഷൻ. അതെ. രോഗത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി ഇനി ചികിത്സയിലേക്കും പ്രതിരോധത്തിലേക്കും കടക്കുകയാണ് നമ്മൾ. അതെ. ഒരു സ്ഥാപനത്തിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഔദ്യോഗിക സംവിധാനമാണിത്. ആർക്കൊക്കെ എന്തൊക്കെ ചുമതലകളുണ്ട് എന്ന് ഇത് വ്യക്തമായി നിർവചിക്കുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അപകടങ്ങൾ തടയുക, സുരക്ഷിതമായ ഒരു തൊഴിൽ സാഹചര്യമൊരുക്കുക, പിന്നെ എല്ലാ ജീവനക്കാരിലും സുരക്ഷയെക്കുറിച്ചുള്ള ഒരു അവബോധമുണ്ടാക്കുക. ഒരു കെട്ടിടത്തിന്റെ സ്ട്രക്ചർ പോലെയാണിത്. അത് കൊള്ളാം. അതെത്രത്തോളം ശക്തമാണോ അത്രത്തോളം ആ കെട്ടിടം സുരക്ഷിതമായിരിക്കും. ഇതിൽ പല തട്ടിലുള്ള ആളുകളുടെ പങ്കിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. മാനേജ്മെന്റ്. ഒരു സുരക്ഷാ നയം ഉണ്ടാക്കുക എന്നതിനപ്പുറം എന്താണ് അവരുടെ പങ്ക്? പലപ്പോഴും അതൊരു കടലാസിൽ ഒതുങ്ങാറില്ലേ? നല്ല ചോദ്യമാണ്. കടലാസിലെ നയം മാത്രം പോരാ. സുരക്ഷയ്ക്ക് വേണ്ട പണം മുടക്കുക, ആവശ്യമായ ഉപകരണങ്ങളും സൗകര്യങ്ങളും നൽകുക, നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഇതെല്ലാം അവരുടെ ചുമതലയാണ്. പക്ഷെ അതിലെല്ലാം ഉപരി സുരക്ഷയാണ് ഈ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നൊരു സന്ദേശം. അത് മാനേജ്മെന്റിന്റെ പ്രവൃത്തികളിലൂടെ താഴെത്തട്ടിലെത്തണം. അതായത് പ്രവൃത്തിയിലും അത് കാണിക്കണം. അതെ. ഉൽപ്പാദന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള തിരക്കിനിടയിൽ സുരക്ഷയെ അവഗണിച്ചാൽ ആ സന്ദേശമാണ് എല്ലാവരിലേക്കും എത്തുക. അടുത്തത് സൂപ്പർവൈസർ. നിങ്ങൾ അടിവരയിട്ടൊരു വാചകമുണ്ട്. ഒരു സ്ഥാപനത്തിലെ സുരക്ഷാ സംവിധാനം അവിടുത്തെ സൂപ്പർവൈസർമാരുടെ കഴിവിനപ്പുറം മെച്ചപ്പെടില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം പ്രാധാന്യം? കാരണം മാനേജ്മെന്റിന്റെ നയങ്ങളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നത് സൂപ്പർവൈസർമാരാണ്. തൊഴിലാളികളുമായി ദിവസവും നേരിട്ട് ഇടപഴകുന്നത് അവരാണ്. ശരിയാണ്. നമുക്ക് രമേശ് എന്നൊരു സൂപ്പർവൈസറെ സങ്കൽപ്പിക്കാം. ഓക്കെ. അയാൾക്ക് മുകളിൽ നിന്ന് ഉൽപ്പാദനം കൂട്ടാൻ വലിയ സമ്മർദ്ദമുണ്ട്. താഴെ തൊഴിലാളികൾ സമയം ലാഭിക്കാൻ ഒരു സുരക്ഷാ നിയമം തെറ്റിക്കുന്നു. ഈ സാഹചര്യത്തിൽ രമേശ് എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിലാണ് ആ കമ്പനിയുടെ സുരക്ഷാ സംസ്കാരം അളക്കപ്പെടുന്നത്. അപ്പോ രമേശ് എന്തു ചെയ്യണം? ഉൽപ്പാദനം നിർത്തിവെച്ച് സുരക്ഷാ നിയമം പാലിക്കാൻ നിർബന്ധിച്ചാൽ അയാൾക്ക് മാനേജ്മെന്റിന്റെ ചീത്തപ്പേര് കേൾക്കേണ്ടി വരില്ലേ? അവിടെയാണ് ഒരു നല്ല സൂപ്പർവൈസറുടെ കഴിവ്. സുരക്ഷയും ഉൽപ്പാദനവും രണ്ടല്ല, ഒന്നാണെന്ന് തൊഴിലാളികളെയും മാനേജ്മെന്റിനെയും ഒരുപോലെ ബോധ്യപ്പെടുത്താൻ അയാൾക്ക് കഴിയണം. അത് പ്രയാസമുള്ള കാര്യല്ലേ? പ്രയാസമാണ്. പക്ഷെ സുരക്ഷിതമല്ലാത്തൊരു എളുപ്പവഴി പിന്നീട് വലിയൊരു അപകടത്തിനും ഉൽപ്പാദനം പൂർണ്ണമായി നിർത്തിവെക്കുന്നതിനും കാരണമാകുമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇനി തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും പങ്കിനെക്കുറിച്ച് സംസാരിക്കാം. ഒരു തൊഴിലാളിക്ക് ഒരു മെഷീൻ അപകടകരമാണെന്ന് തോന്നിയാൽ സൂപ്പർവൈസറോട് പറയാൻ പേടിയുണ്ടെങ്കിൽ അവിടെ യൂണിയന്റെ പങ്കെന്താണ്? അവിടെയാണ് യൂണിയനുകൾ ഒരു കവചമായി മാറുന്നത്. തൊഴിലാളികൾക്ക് അവരുടെ സ്വന്തം സുരക്ഷയിൽ ഉത്തരവാദിത്വമുണ്ട്. സുരക്ഷിതമല്ലാത്ത ജോലി നിരസിക്കാൻ അവർക്ക് നിയമപരമായ അവകാശമുണ്ട്. പക്ഷെ പലപ്പോഴും അത് നടക്കില്ല. കാരണം പ്രതികാര നടപടികളെ ഭയന്ന് അവർ മിണ്ടാതിരിക്കും. യൂണിയനുകൾ അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള ധൈര്യം കൊടുക്കുന്നു. ഒരു മിനിറ്റ്, നിങ്ങൾ അയച്ച ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്.
എന്താണത്? യൂണിയനുകൾ കുറയുന്നത് ജോലിസ്ഥലത്തെ മരണനിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നുവെന്നോ? അതെ, അങ്ങനൊരു കണ്ടെത്തലുണ്ട്. അപ്പോ യൂണിയൻ എന്നത് ശമ്പളത്തിനു വേണ്ടി മാത്രം വിലപേശുന്നൊരു സംഘടനയല്ല, മറിച്ച് ജീവൻ രക്ഷിക്കുന്ന ഒരു ഘടകം കൂടിയാണെന്നാണോ പറയുന്നത്? അതെ, ആ ഒരു കാഴ്ചപ്പാടും വളരെ പ്രധാനമാണ്. കാരണം സുരക്ഷിതമായ തൊഴിൽ സാഹചര്യമെന്നത് ഒരു തൊഴിലാളിയുടെ അടിസ്ഥാന അവകാശമാണ്. ശരിയാണ്. അത് ഉറപ്പുവരുത്തുന്നതിൽ യൂണിയനുകൾക്ക് വലിയ പങ്കുണ്ട്. ഇതെല്ലാം ഏകോപിപ്പിക്കാനാണ് സാധാരണയായി ഒരു സേഫ്റ്റി കമ്മിറ്റി ഉണ്ടാകുന്നത്. മാനേജ്മെന്റും തൊഴിലാളികളും ഒരുമിച്ചിരിക്കുന്ന ഒരു വേദി. അതെ, മാനേജ്മെന്റിന്റെയും തൊഴിലാളികളുടെയും പ്രതിനിധികൾ ഒരുമിച്ചിരുന്ന് സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരിടം. അപ്പൊ ഈ ചർച്ചയുടെ അവസാനം നമ്മൾ എവിടെയാണ് എത്തുന്നത്? അപകടങ്ങളുടെ ലക്ഷണങ്ങളിൽ നിന്ന് തുടങ്ങി രോഗനിർണയത്തിനുള്ള സിദ്ധാന്തങ്ങൾ വഴി പ്രതിരോധത്തിനുള്ള സംഘടനാ സംവിധാനങ്ങൾ വരെ നമ്മൾ നോക്കി. ഇതെല്ലാം കൂട്ടിവായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. സുരക്ഷ എന്നത് കുറച്ച് നിയമങ്ങളോ ഹെൽമറ്റോ ഗ്ലൗസോ മാത്രമല്ല. അതൊരു സംസ്കാരമാണ്, ഒരു സിസ്റ്റമാണ്, ഒരു കൾച്ചർ. അതെ, മാനേജ്മെന്റ് മുതൽ താഴെത്തട്ടിലുള്ള തൊഴിലാളി വരെ ഓരോ കണ്ണിയും ഒരുപോലെ പ്രധാനപ്പെട്ട, എല്ലാവരുടെയും പങ്കാളിത്തത്തോടെയുള്ളൊരു ഉത്തരവാദിത്തമാണ്. ഒരു കണ്ണി ദുർബലമായാൽ ആ ശൃംഖല മുഴുവൻ അപകടത്തിലാകും. അതുതന്നെ. ഒരു അപകടത്തിന് വ്യക്തിയെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഡോമിനോ തിയറിയിൽ നിന്ന് മുഴുവൻ സിസ്റ്റത്തെയും, അതായത് മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ, ജോലിസ്ഥലത്തിന്റെ രൂപകൽപ്പന, പരിശീലനത്തിലെ കുറവുകൾ, ഇതെല്ലാം പരിശോധിക്കുന്ന സിസ്റ്റംസ് തിയറിയിലേക്കുള്ള ആ യാത്ര, അത് ഈ മാറ്റം വ്യക്തമാക്കുന്നുണ്ട്. അതെ, അത് നമ്മെ വളരെ രസകരമായ ഒരു അവസാന ചിന്തയിലേക്ക് നയിക്കുന്നു. ഓക്കെ. ശക്തമായൊരു സുരക്ഷാ സംസ്കാരം വളർത്തിയതിലൂടെ ലോക്ഹീഡ് മാർട്ടിൻ എന്ന കമ്പനി അവരുടെ ഉൽപ്പാദനക്ഷമത 24% വർദ്ധിപ്പിച്ചതായി നിങ്ങളുടെ മെറ്റീരിയലിൽ പറയുന്നുണ്ട്. 24%? അത് സാധാരണ നമ്മുടെ ചിന്തയ്ക്ക് വിപരീതമാണല്ലോ. അതെ, സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നത് ജോലിയുടെ വേഗത കുറയ്ക്കുമെന്നും അത് ഉൽപ്പാദനക്ഷമതയ്ക്കൊരു തടസ്സമാണെന്നാണ് പൊതുവെയുള്ള ധാരണ. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: സുരക്ഷ എന്നതൊരു ചെലവോ തടസ്സമോ അല്ല, മറിച്ച് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണെങ്കിലോ. തെറ്റുകളും അപകടസാധ്യതകളും പൂർണ്ണമായി ഇല്ലാതാക്കി തികച്ചും സുരക്ഷിതമായ ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഒരു പ്രക്രിയയെ അതിന്റെ ഏറ്റവും കാര്യക്ഷമവും വേഗതയേറിയതുമായ തലത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയാണെങ്കിലോ. അതായത് സീറോ ആക്സിഡന്റ് എന്നാൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി. ഒരുപക്ഷേ ഇതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നിങ്ങളുടെ ഈ പഠന സാമഗ്രികൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് വളരെ നന്ദി.